നമുക്ക് കേട്ടിട്ടില്ലേ ഈ 5ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാണല്ലോ വരണത്. അപ്പോൾ അതിൽ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് വരണ ഒരു ഭാഗമാണ് ഈ കലണ്ടറായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ സമയമായിട്ട് ബന്ധപ്പെട്ടത്, ക്ലോക്കായിട്ട് ബന്ധപ്പെട്ടത്. അത് നമുക്ക് അടിസ്ഥാനമായിട്ട് ചെറിയ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന സ്കോറ്. പക്ഷേ ചില ക്വസ്റ്റ്യൻസൊക്കെ വളരെ ട്വിസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് കണ്ട ഒരു കുസൃതി പോലെ നമുക്ക് തോന്നിച്ചാലും അതിനുള്ളിൽ കാമ്പുണ്ട് ആ ചോദ്യത്തിൽ. എത്രയും പറഞ്ഞിട്ടുള്ളൂ അവർ. ഒരു കലണ്ടർ, ഏതാ കൊല്ലം എന്നൊന്നും പറയുന്നില്ല, ഒരു കലണ്ടർ. ആ കലണ്ടറിൽ ഒക്ടോബർ മാസം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിൽ 5 ഞായറാഴ്ചകളുണ്ട്, എന്നാൽ 4 തിങ്കളാഴ്ചയുള്ളൂ. ക്വസ്റ്റ്യൻ എന്താ അറിയുമോ? എന്നാ മാസം 1-ാം തീയതി എന്താഴ്ചയെന്ന്. ആ ക്വസ്റ്റ്യൻ വന്നതോട് കൂടിയിട്ടുമ്പോഴാകെ ഡൗണായി. 5 ഞായറാഴ്ച ഉണ്ട്, 4 തിങ്കളാഴ്ചയുള്ളൂ, എന്നാ മാസം 1-ാം തീയതി. ഈ കാര്യങ്ങൾ വരച്ച് നമുക്ക് ഇതിനെപ്പറ്റി മൊത്തം ധാരണ ഉണ്ടാവണം. ചില ധാരണ നമുക്കുണ്ട്. ഇപ്പോൾ 2026 ആകെ 365 ദിവസമുള്ളതെന്ന് നമുക്കറിയാം, 12 മാസമുള്ളതെന്ന് അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നാൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. ഈ 12 മാസത്തിൽ എത്ര മാസങ്ങളിൽ 31 ദിവസമുണ്ട്? ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനിയിപ്പോൾ ഞാനൊരു ഉത്തരം പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടണ്ട. 7 മാസങ്ങളിൽ 31 ദിവസമാണ്. ഇത് ചിലപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സാധനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇത് അറിയിണ്ടാവും കേട്ടോ, അത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആൾക്കാരോട് പലരോടും പറയുമ്പോൾ ദേഷ്യം, ഏഴെണ്ണത്തിലൊക്കെ വരുമോ? 7 മാസങ്ങളിൽ 31 ദിവസമാണ്. ഇത് നമുക്ക് കറക്റ്റ് അറിയണം. ആ 7 മാസം എന്താ പറയുക, ഇങ്ങനെ കൈമിലുണ്ടെങ്കിൽ ഇതൊന്നും ഒരു സുഖമില്ല കേട്ടോ. ഈ മാത്സിൽ ഇതൊന്നും ഒരു സുഖമില്ലാത്ത കാര്യമാണ്. കുട്ടികൾ വല്ല കണക്ക് കൂട്ടുമ്പോൾ ഒന്ന് വരമ്പിൽ കൂട്ടിയാൽ നമ്മൾ ദേഷ്യപ്പെടും. വരമ്പിലാ കൂട്ടണം എത്ര പോന്നിട്ട്, എന്നാ ഇതിന് ഒരു കുഴപ്പമില്ല, ഇത് നമ്മളും ചെയ്യണതാ. അപ്പം അങ്ങനെ 2 കുഴപ്പമാണ്. ഇത് നമുക്ക് എന്താ ഓർമ്മിക്കാത്ത പണി? 30 ദിവസമുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? തുടക്കം അവസാനം, ജനുവരി ഡിസംബർ 31. പിന്നെ 2 മാസങ്ങളിലായി അടുത്തടുത്ത് വരുന്നത്, 2 മാസങ്ങളിലായി ഏതൊക്കെയാ? ജൂലൈ, ആഗസ്റ്റ്, 4 പിന്നെ നമ്മൾ നല്ലോണം നോക്കണ മാസം ഏതാ? ടീച്ചേഴ്സ് കുട്ടികളും ഒക്കെ മാർച്ച് മാസമാണ്. എന്തിനാ മാർച്ച് മാസം നോക്കണേ? എന്നാ അത് കൂട്ടുകയെന്ന് അറിയാനേ അല്ലേ? മാർച്ച് മാസം 31-ാം തീയതി ഞായറാഴ്ച ചെയ്യാൽ നമുക്ക് എല്ലാം സന്തോഷമാണ് അല്ലേ? എന്താ സന്തോഷം? 31 ഞായർ, 30 ശനി, 29-ാം തീയതി തന്നെ സ്കൂൾ കൂട്ടും. എന്നാൽ മെയ് മാസം അതേപോലെ നോക്കണ മാസമാണ്. മെയ് മാസം 31 ഞായറാഴ്ച ചെയ്യാൻ നമുക്ക് ഭയങ്കര, അങ്ങനെയല്ല എന്നാലും ഒരു വിഷമാണ്. 1-ാം തീയതി ഓർക്കും. എന്നാൽ മെയ് മാസം 31-ാം തീയതി ശനിയാഴ്ച ചെയ്യാലോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാലോ. അപ്പോൾ 1, 2 കഴിഞ്ഞ് 3-ാം തീയതി. അപ്പോൾ ഈ മാർച്ചും മെയ്യും നമ്മൾ നോക്കുന്നുണ്ട്. മാർച്ചും മെയ്യും ഇങ്ങനെയൊക്കെ നോക്കിച്ചാൽ നമ്മൾ അതിൽ 31 ദിവസമാണ് നമ്മളിപ്പോഴും മനസ്സിലോർപ്പിച്ചിട്ടില്ല. അപ്പോൾ ഏതൊക്കെ? ജനുവരി, ഡിസംബർ, ജൂലൈ, ആഗസ്റ്റ്, മാർച്ച്, മെയ്യ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാസം, ഗാന്ധി ജനിച്ച മാസം ഒക്ടോബർ മാസം. ഇങ്ങനെ 7 മാസങ്ങളിൽ 31, 4 മാസങ്ങളിലേ 30 ഉള്ളൂ. പിന്നെ ഫെബ്രുവരിയാണ്, വ്യവസ്ഥയില്ലാത്ത മാസമല്ലേ. ഇക്കൊല്ലം 28, കഴിഞ്ഞല്ലോ 28, അതിന് മുമ്പത്തെ കൊല്ലം 29, ഇങ്ങനെ നിൽക്കണം. ആ 365, 366 ദിവസമായിട്ട് 12 മാസമായിട്ടാണ് നമ്മുടെ കലണ്ടർ നിൽക്കുന്നത്. നമ്മുടെ ചോദ്യം ഒക്ടോബർ 31. ഒക്ടോബറിൽ എത്ര 31 ദിവസമാണ്. ഈ 31 ദിവസം വരുകൊണ്ട് 7 ആഴ്ചയുണ്ട്. എല്ലാ ആഴ്ചയും 4 എണ്ണം വരും കേട്ടോ. എല്ലാ മാസത്തിലും വരും, എല്ലാ മാസത്തിലും 4 എണ്ണം വരും. ഇപ്പോൾ വാട്സപ്പിൽ കൂടെ ചില മെസ്സേജ് കാണാം. ഫെബ്രുവരി മാസം വന്നാൽ ഇപ്പോൾ അടുത്ത മാസം വരെ ആൾക്കാർ എഴുതും. എന്താ എഴുതാറിയോ? കണ്ടോ അത്ഭുതം, ഇനി എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ സംഭവിക്കുക. 7 ഞായറാഴ്ച, 7 ശനിയാഴ്ച, 7 തിങ്കളാഴ്ച, 7 ചൊവ്വാഴ്ച, 7 ബുധനാഴ്ച. 28 ദിവസമല്ലേ? 28 ദിവസമായി കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും 4 വരിക. 7 അല്ല 4, 4 ഞായറാഴ്ച, 4 തിങ്കളാഴ്ച, 4 ഫെബ്രുവരി. അങ്ങനെയാണ് 28 ദിവസമുള്ള ഫെബ്രുവരിയിൽ.
അത് 3 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒക്ടോബറിൽ എത്ര ദിവസമാണ്? 31 ദിവസമാണ്. അപ്പം ഈ 44 ആഴ്ച കഴിഞ്ഞിട്ട് 7 44 വന്നാൽ 28 ദിവസം കഴിഞ്ഞു. പിന്നെ 3 ദിവസമാണ് ബാക്കി. ഈ 3 ദിവസം ബാക്കിയുണ്ട് പറഞ്ഞാൽ 3 ആഴ്ചകൾക്ക് അയ്യഞ്ചെണ്ണ ആവാനുള്ള ഭാഗ്യം കിട്ടും. ആർക്കാ കിട്ടുക? ഏതാഴ്ചകൾക്കാ കിട്ടുക? 1-ാം തീയതി വരണ ആഴ്ച, പിന്നെ അടുത്ത ആഴ്ച, പിന്നെ അടുത്ത ആഴ്ച. അപ്പോൾ 1-ാം തീയതി വന്നത് ഒരു വെള്ളിയാഴ്ചയാണ് വയ്ക്കുക. എന്നാൽ വെള്ളിയാഴ്ച 5 ഉണ്ടാവും, ശനിയാഴ്ച 5 ഉണ്ടാവും, ഞായറാഴ്ച 5 ഉണ്ടാവും. അടുത്തടുത്തല്ലോ വരിക, അടുത്തടുത്ത ആഴ്ചകളാണല്ലോ വരിക അയ്യഞ്ചെണ്ണം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? ഞായറാഴ്ച 5 ഉണ്ട്, എന്നാൽ തിങ്കളാഴ്ച 4 ഉള്ളൂ, തിങ്കളാഴ്ച 4 ഉള്ളൂ. അപ്പോൾ അവിടെ ഞായറാഴ്ച 5 ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞായറാഴ്ചയും പിന്നിലേക്കിട്ട് പോരുക, ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും 5 ഉണ്ടാവും. വെള്ളിയാഴ്ചയും 1-ാം തീയതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ കലണ്ടറായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ചില പാറ്റേണുകൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ പാറ്റേണുകളെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി അറിയാം. ഈ പാറ്റേണുകൾ ഒക്കെ കലണ്ടറായിട്ട് ബന്ധപ്പെട്ട് വരും. അപ്പോൾ നമുക്കിതിൽ അറിയേണ്ടത് ഏതൊക്കെ മാസത്തിൽ 31, ഏതൊക്കെ, അതിങ്ങനെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ക്വസ്റ്റ്യനൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ക്ലോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ക്ലോക്കിൽ പ്രധാനമായിട്ട് 2 സൂചികളെ പറ്റിയിട്ട് അവരധികം പറയലുള്ളൂ. ഒന്ന് മിനിറ്റ് സൂചിയും, ഒന്ന് മണിക്കൂർ സൂചിയും അല്ലേ. മിനിറ്റ് സൂചി സാമാന്യം താരതമ്യം ചെയ്യുക വെച്ചാൽ നല്ല സ്പീഡുണ്ട്, നല്ല സ്പീഡ് പോണ ആളാണ്. മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര റൗണ്ട് അടിക്കും? ഒരു ദിവസം 2 റൗണ്ട് അടിക്കുക. മിനിറ്റ് സൂചിയോ 24 റൗണ്ട് അടിക്കും. നല്ല സ്പീഡാ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? 2 റൗണ്ടേ അടിക്കണുള്ളൂ മണിക്കൂർ സൂചി, മറ്റത് 24 റൗണ്ട് അടിക്കും. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 100 റൗണ്ട് അടിക്കണ്ടേ? അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞൂടെ, മണിക്കൂർ സൂചിയുടെ 12 മടങ്ങ് സ്പീഡുണ്ട് മിനിറ്റ് സൂചിക്ക്. ഇവിടെ നമ്മൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ വരണു. നോക്കി നോക്കൂ, ഈ 12 വരെ, 1 മുതൽ 12 വരെ നമ്മൾ എഴുതുമ്പോൾ 12 ഗ്യാപ്പ് വരും. അവിടെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കേട്ടോ. 1 മുതൽ 12 വരെ നമ്മൾ നീളത്തിൽ എഴുതി വെച്ചാൽ 11 ഗ്യാപ്പേ വരുവേ. 1 മുതൽ 12 വരെ അത് ക്വസ്റ്റ്യൻ കാണലിൻ്റെ ചിലപ്പോഴേ കുറേ കുറ്റികൾ അടിച്ചിട്ടുണ്ട്. 12 കുറ്റികൾ ഒരേ ലെങ്ത്തിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അടുത്തടുത്ത് 2 കുറ്റികൾ തമ്മിലുള്ള അകലം 2 മീറ്ററാണ്. എന്നാൽ ആദ്യത്തെ കുറ്റി മുതൽ അവസാനത്തെ കുറ്റി വരെ എത്ര അകലമുണ്ട് എന്നുള്ള ചോദ്യം വരലുണ്ട്. മിക്കാളും 12, 24 എന്ന് എഴുതും. അവിടെ 11 ഗ്യാപ്പേ ഉള്ളൂ. എന്നാൽ 12 വരെയുള്ള സാധനം വട്ടത്തിൽ എഴുതിയാൽ 12 ഗ്യാപ്പുണ്ട്. ഈ ഓരോ ഗ്യാപ്പിൻ്റെ അളവ് 30 ഡിഗ്രിയാണ്. ക്ലിയർ ആയോ? 30 ഡിഗ്രിയാണ്. എന്താ? ഇതൊരു സർക്കിളാണ്. ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. ആണോ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള പ്രൊട്രാക്ടർ? ഒരേ കമ്പനിയുടെ 2 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സർക്കിളാവുമല്ലോ. അത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 360 ഡിഗ്രി ഉണ്ട്. ആ 12 ഗ്യാപ്പിലേക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും 30 ഡിഗ്രിയാണ്. അപ്പോൾ ശരിക്ക് നമ്മുടെ ഒരു റൗണ്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ഓടുക എന്നാണ് ഒരു റൗണ്ട് ഓടുക പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് എത്താൻ 5 മിനിറ്റാണ്. ആർക്ക്? മിനിറ്റ് സൂചിക്ക്. എന്നാൽ ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് എത്താൻ മണിക്കൂർ സൂചിക്ക് 60 മിനിറ്റ് വേണം.
1 2ലേക്ക് എത്താൻ മിനിറ്റ് സൂചിക്ക് 5 മിനിറ്റ് മതി, മണിക്കൂർ സൂചിക്ക് 60 മിനിറ്റ് വേണം. 12 മടങ്ങാണ് സ്പീഡ്. ഇവിടെ മിനിറ്റ് സൂചി 5 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി കവർ ചെയ്യും. മണിക്കൂർ സൂചിക്ക് 30 ഡിഗ്രി കവർ ചെയ്യാൻ 60 മിനിറ്റ് വേണം. മിനിറ്റ് സൂചി 5 മിനിറ്റ് കൊണ്ട് 30 ഡിഗ്രി കുറയും എന്ന് വെച്ചാൽ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 12 ഡിഗ്രി കവർ ചെയ്യും. 1 മിനിറ്റിൽ 12 അല്ലേ, 6 ഡിഗ്രി കവർ ചെയ്യും. 5 മിനിറ്റിൽ 30 ഡിഗ്രി കവർ ചെയ്യും. അപ്പോൾ 1 മിനിറ്റിൽ 6 ഡിഗ്രി കവർ ചെയ്യും. എന്നാൽ മണിക്കൂർ സൂചിയോ 30 ഡിഗ്രി കവർ ചെയ്യാൻ 60 മിനിറ്റ് വേണം. 30 ഡിഗ്രി കവർ ചെയ്യാൻ 60 മിനിറ്റ് വേണം. അപ്പം അത് 1 മിനിറ്റിൽ 1/2 ഡിഗ്രി മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി. നോക്കൂ, മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി, മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി. അവിടെയും കാണുന്നു 12 മടങ്ങ് സ്പീഡുണ്ട്. 12 മടങ്ങ് സ്പീഡാണ് മിനിറ്റ് സൂചിക്കുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കണ ചില തമാശ ചോദ്യങ്ങളെ രസം. ഇവർ പറയും 8:20 സമയം, 8:20 സമയം. 8:20 പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഇതിങ്ങനെ ഒരു 8 കടന്ന് നിൽക്കുന്നുണ്ടാവും. ഇത് കറക്റ്റ് 4 നിൽക്കും. ഇപ്പം 8:20 സമയം 8:20. അപ്പം ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും ചോദിക്കും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, സാധ്യമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? അപ്പം ഇതിൻ്റെ ആംഗിൾ എത്രയും ചോദിക്കുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക? 8:20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അടുത്തടുത്ത 2 അക്കങ്ങൾ തമ്മിലുള്ള ആംഗിൾ 30. ഇത് കറക്റ്റായിട്ട് ഇത് 8-ലാണ് നിൽക്കണ വെച്ചാൽ രക്ഷ ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് 8-ലല്ല നിൽക്കണം. കറക്റ്റായിട്ട് ഈ സൂചി 8-ലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ശരിക്കുള്ള ക്ലോക്ക് പോയി ചെയ്യരുത് കേട്ടോ, ക്ലോക്ക് കേടുവരും. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂചി അങ്ങോട്ട് പിടിച്ച് കറക്റ്റ് 8-ലേക്ക് ആക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. കറക്റ്റ് 8-ലും ഇത് 4-ലും നിൽക്കുന്ന സമയമില്ല. പക്ഷെ നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്താ ഗ്യാപ്പ് വരിക? 1 2 3 4 ഗ്യാപ്പ് വരും. ഒരു ഗ്യാപ്പ് 30 ഡിഗ്രി. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രിയാണ് വരിക. 120 ഡിഗ്രിയാണ്. പക്ഷേ 8:20 എന്ന് പറഞ്ഞാൽ 8 മണിക്ക് ഇങ്ങനെ അണച്ചാൽ 120 ഡിഗ്രി. ഇതിനൊക്കെ ലേശം അധികം ഉണ്ട്. 20 മിനിറ്റും കൂടി കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മളെ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് പോവുക. 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് പോവുക. അപ്പം 20 മിനിറ്റിൽ മൂപ്പര് എത്ര പോയിണ്ടാവും? 10 ഡിഗ്രി പോയിണ്ടാവും. അപ്പോൾ ഈ 120 കൂടെ ലേശം കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു 10 കൂടിയുണ്ടാവും. അപ്പോൾ ടോട്ടൽ 130 ഡിഗ്രി ആണ് ഈ ആംഗിൾ വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരാൻ സാധ്യത ഉണ്ട്. അവിടെ നമ്മളത് നോക്കി വെക്കണ്ട. ഞാൻ കൂടുതൽ വിശദീകരണം ഇല്ല. പിന്നെ ഇനി ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വായിച്ച് ഇതിൻ്റെ പലതരം ക്വസ്റ്റ്യനുകൾ വരണതൊക്കെ നോക്കി അത് ക്ലിയർ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ ഒരു നമ്പറിലേക്ക് തന്നെ വരുന്നു. ഒരു ചോദ്യം കണ്ടു. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36. എന്നാൽ അതിലെ ചെറിയ സംഖ്യ ഏതാ? തുടർച്ചയായ 7 ഇരട്ട സംഖ്യകൾ തുടർച്ചയായതാണെങ്കിൽ 7 സംഖ്യകളുടെ
ശരാശരി 36 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 7 സംഖ്യയാണ് ഉള്ളത് എങ്കിൽ 3, 4, 5, 6, 7 സംഖ്യ ഇതൊക്കെ ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ ഇതിൻ്റെ നടുവരിക അതാണ്. ശരാശരി 36 ആണെന്ന് പറഞ്ഞാൽ ഉറപ്പാ നടുവിൽ 36 ആവും. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്? ഇരട്ട സംഖ്യകൾ മാത്രമാണ്. അവ പിന്നാക്കാണ് വരിക 34, 32, 30. പലപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരം കിടത്തും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ തന്നിട്ടുണ്ടാവും. റഫ് വർക്കിന് ഈ റഫ് വർക്കിന് പേപ്പർ തന്നിങ്ങനെ കറവറയെന്ന് എഴുതാനുള്ളതല്ല കേട്ടോ. റഫ് വർക്കായാലും ഫെയർ വർക്കായാലും ഒരേ കൈയക്ഷരത്തിൽ എഴുതാൻ ആദ്യം പഠിക്കണേ. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കണം. അപ്പോൾ അവിടെ നമുക്ക് വൃത്തിയായിട്ട് ആ തന്ന ഷീറ്റിൽ വൃത്തിയായിട്ട് ഇങ്ങനെയൊക്കെ എഴുതുക. ചിലത് നമ്മളിങ്ങനെ വെറുതെ പെന്ന് കടിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് സമയം കളയണ്ട. അതുപോലെ ആൾക്കാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പേപ്പർ നോക്കിയിട്ടും പെന്ന് കടിച്ചിട്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ നല്ലതെന്ന് വെച്ചാൽ ആ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക, എഴുതി നോക്കുക. ഇപ്പോൾ 7 ഇരട്ട സംഖ്യ പറഞ്ഞു, അപ്പോൾ ഞാനത് എഴുതി നോക്കുക. ഇത് ശരാശരി 36 പറഞ്ഞു. അപ്പം നടുക്കിലുള്ള 36 ഏറ്റവും എല്ലാ സംഖ്യയൊന്നും ഇപ്പോൾ എഴുതേണ്ട കാര്യമില്ലേക്ക്. ഈ കണക്ക് തന്നെ ചിലവരെന്ത് ചെയ്യും, 7 ശരാശരി 7 പറഞ്ഞാൽ 36, 7 × 36 എന്നൊക്കെ പറഞ്ഞാൽ ആകെ കുഴപ്പമാക്കും. അതിനൊന്നും ആവശ്യമില്ല. എപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ, ഈ സംഖ്യകൾ കൂട്ടാനുള്ള ഒരു എളുപ്പ വഴി തുടർച്ചയായതാവണം കേട്ടോ. ഇരട്ട സംഖ്യ ആവണമെന്നൊന്നുമില്ല, ഒരേ ഗ്യാപ്പാവണം. ഇപ്പോൾ 3, 7, 4, 7 അല്ലേ, 7, 4, 11, 11, 15, 15, 4, 19 ഒക്കെ 4, 4 ഗ്യാപ്പല്ലേ? അതെ. ഇതൊക്കെ പാടെ കൂട്ടി എത്ര കിട്ടുക? ഒരേ ഗ്യാപ്പാണ്. 5 എണ്ണം ഉണ്ട്, ഒരു പണിയില്ല. ഇല്ല, നടുക്ക് ഏതാ നോക്കുക. നടുക്ക് ഏതാ? 11, 11, 5, 55. കൂട്ടിയാൽ കിട്ടുക 55. കണ്ടോ? 55 കൂട്ടിയാൽ കിട്ടുക. എന്നതിൽ പ്രശ്നം വരിക, ഇപ്പം 3, 7, 11, 15 എത്രയുള്ളൂ വെച്ചാലോ? 4 എണ്ണേ ഉള്ളൂ വെച്ചാലോ? അപ്പം ഏതാ നടുക്കിൽ? പ്രശ്നമായി. 2 എണ്ണം നടുക്കിലുണ്ട്. അപ്പം എന്താ ചെയ്യുക? ഈ 2 എണ്ണത്തിൻ്റെ നടു ഏതാ നോക്കുക. അത് 9ആണ്. 7, 11 ആ 2 എണ്ണത്തിൻ്റെ നടു ഏതാ? 9ആണ്. അപ്പോൾ ആ 9 നടുക്കിലെ സംഖ്യയായിട്ട് എടുക്കുക. ആകെ 4 എണ്ണല്ലേ? 4, 9, 36. ടോട്ടൽ 36 ആവും. കൂട്ടി വയ്ക്കോളൂ. അപ്പോൾ ഇരട്ട എണ്ണ ആണെങ്കിലാണ് പ്രശ്നമുള്ളത്. 2 എണ്ണം നടുക്കിൽ വരും. ഇതിപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ആദ്യത്തെ 10 സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ ഇനി ചെയ്യാം. ആദ്യത്തെ 10 സംഖ്യകൾ എഴുതുമ്പോൾ ഏതൊക്കെ നടുക്കിൽ വരിക? നടുക്കിൽ ഏതൊക്കെ വരിക? 5, 6 അല്ലേ? അതെ, 5, 6. 5ഉം 6ൻ്റെയും നടു എത്ര? 5.5. ആകെ 10 സംഖ്യ. 10 × 5.5 എത്ര? 10 × 5.5 55. എഴുതാൻ പറ്റും. അപ്പം ഇത് ഒരേ ഗ്യാപ്പിൽ പോണതാകുമ്പോഴേ പറ്റൂ കേട്ടോ. ശ്രദ്ധിക്കണേ, ഒരേ ഗ്യാപ്പിൽ പോണ ഇതാണ്. നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറയും അരിത്മാറ്റിക് സീരീസ്, സമാന്തര ശ്രേണികൾ. ആ സാധനം ഇതൊക്കെ സമാന്തര ശ്രേണികളാണ്. അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇതിപ്പോൾ 5 വരെ നിങ്ങൾക്ക് എന്താ ഉള്ളൂ എങ്കിലും ടീച്ചേഴ്സിനോട് ചിലപ്പോൾ കേട്ടിട്ടില്ല, കുറച്ചൊക്കെ അപ്പുറത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ വരും. ആ ചോദിച്ചു എന്ന് വരുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവണം. ശരാശരി എന്നുള്ളത് 5ൽ പഠിക്കാനില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ടിരിക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചോദ്യങ്ങളും ചോദിച്ച് കാണുന്നുണ്ട്, കേട്ടിട്ടിലൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അത്
അതുകൊണ്ട് എന്താ ചില സാധനങ്ങൾ ഇപ്പോൾ എന്താ 1600 6.25% എത്ര? എങ്ങനെ ചെയ്യുക? അവിടെയാണ് നമ്മൾ ശതമാനം എന്നുള്ള ധാരണ കൃത്യം ഉണ്ടാവണം. 100%, ഇതാണ് ഈ ഫുൾ എന്ന് പറയണത്. അതിൻ്റെ പകുതിയാണ് 50%. അതിൻ്റെ പകുതിയാണ് 25%. അതിൻ്റെ പകുതി 12%. അതിൻ്റെ പകുതി 6.25%. ഈ ധാരണയുള്ള ആൾക്കാർക്ക് ഇത് വേഗം ചെയ്യാൻ പറ്റും. 100% 1600, അതിൻ്റെ പകുതി 800, 50%. പിന്നെയും പകുതിയാക്കിയാൽ 25%. പിന്നെയും പകുതിയാക്കിയാൽ 12%. പിന്നെയും പകുതിയാക്കിയാൽ 6.25%. അപ്പം എത്ര? 6.25%, 100. ഇത് നമുക്ക് ഈ ഒരു ധാരണ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ധാരണ ഉണ്ടാക്കണം. എപ്പോഴും നമ്മൾ ഈ ഭിന്നസംഖ്യകളെ ശതമാനമാക്കി മാറ്റില്ല, ശതമാനത്തിലാണ് തിരിച്ചും. ചിലപ്പോൾ നമുക്ക് ശതമാനത്തിന് തിരിച്ചാക്കേണ്ടി വരും. തിരിച്ചാക്കേണ്ട ഒരു സന്ദർഭം പറഞ്ഞുതരാം. ഇപ്പോൾ 69 പ്രോബ്ലം വരില്ല. വേണ്ട. 69 33.1/3% എത്ര? ഇത് ചോദിച്ചു നോക്കിയ നമുക്ക് കൃത്യമായിട്ട് ഈ 33.1/3% നമ്മൾ വായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടാ. ആ വീഡിയോയിലേക്ക് നമ്മൾ പോവുക ഓണത്തിന്. ഒരു ബെറ്റേ എന്താ അത്? 3/1. അപ്പോൾ ഈ സാധനം 3/1 എന്ന ഫ്രാക്ഷന് ഈക്വൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കണക്ക് എത്ര വേഗം ചെയ്യാം? 69 3/1 വേഗം കിട്ടില്ലേ? 3/1 എത്ര? ഇതിൻ്റെ 3 കൊണ്ട് ഹരിച്ചാൽ പോരെ? 33. വേഗം ആൻസർ കിട്ടി. 69 അത് തന്നെയാണ് 69 33.3%. ഇത് 69 66.2% ആണെങ്കിലോ? അവ 3/2. 3/1 കിട്ടിക്കഴിഞ്ഞാൽ 3/2 കാണാൻ എളുപ്പമല്ലേ? 69 3/1 എത്ര വരില്ല? 33 വരില്ലല്ലോ. 20 അല്ലേ ഒരു 23. 23ആണ് 69 3/1. 23ആണ്. 33.1% 3/1. അതിൻ്റെ ഇരട്ടി 3/2. അപ്പോൾ 23ൻ്റെ ഇരട്ടി 46. 69 3 ആക്കുക, അതിലൊരു ഭാഗം. ഇങ്ങനെ ഫ്രാക്ഷൻ പേഴ്സൻറ്റേജും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിട്ട് കണക്കുകൾ ചെയ്താൽ വളരെ സ്പീഡിൽ കിട്ടും. ഇത് ഇങ്ങനൊരു ക്ലാസ് ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതൊരു ശീലമായിട്ട് മാറ്റണം. ശീലമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കണക്കുകൾ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കഴിയും. പിന്നെ ഈ ലാഭനഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ ചിലത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഈ ലാഭനഷ്ടമൊക്കെ പറയുമ്പോൾ സ്കൂൾ കണക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഒരാളൊരു സാധനം 120 ഉറുപ്പിക്ക് വാങ്ങി 140 ഉറുപ്പിക്ക് വിറ്റു, അപ്പോൾ ലാഭം എത്ര, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ അതിൽ അധികം ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വരും, ലാഭം നഷ്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചെറിയ രസമുള്ള കണക്ക് പറയാം. ഈ മാങ്ങാക്കാലാണ്. മാങ്ങാക്കാലത്ത് ചെറിയൊരു പെട്ടിക്കടക്കാരനാ. അവിടെ അല്ല എന്തൊക്കെയുണ്ട് അത്ര. അങ്ങനെ ഈ മാങ്ങാക്കാലം വന്നാൽ മൂപ്പര് മാങ്ങ കൊണ്ട് നിൽക്കും. മൂപ്പര് 100 കിലോ മാങ്ങ വാങ്ങി. മാങ്ങയൊക്കെ വാങ്ങിയിട്ട് കൊടുത്ത് വിൽക്കുമ്പോൾ നല്ല ബേജാറാ. ഇത് കേടുവരാതെ കിട്ടണ്ടേ. ഒന്ന് കേടുവന്നാൽ ഉള്ള ലാഭം പോവും. പക്ഷെ ഇയാൾ എന്തായാലും ആ കച്ചവടത്തിൽ ഈ 100 കിലോ മാങ്ങയാണ് അയാൾ വാങ്ങിയത്.
80 കിലോ വിറ്റപ്പോഴേക്ക് തന്നെ അയാൾക്ക് മുടക്കിയ കാശ് കിട്ടി. പിന്നെ 20 കിലോ ബാക്കിയുണ്ട്. എന്തോ അയാളുടെ ഭാഗ്യത്തിന് ആ 20 കിലോ അതേ റേറ്റിന് ഇയാൾക്ക് വിൽക്കാൻ പറ്റി. ഒരു മായും കേടുന്നില്ല. എന്നാൽ ഇയാൾക്ക് എത്ര ശതമാനം ലാഭമുണ്ട്? മനസ്സിൽ വന്ന ഉത്തരം എത്ര? 20% ആവും അല്ലേ? ഇവിടെ 25% ലാഭമുണ്ട്. 25% ലാഭമുണ്ട്. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ലാഭവും നഷ്ടമൊക്കെ ഇത്ര ഉറുപ്പ്യക്ക് വാങ്ങി ഇത്ര ഉറുപ്പ്യക്ക് വിറ്റു പറയുമ്പോൾ ശരിയാ ആ വ്യത്യാസം. പക്ഷെ ഇവിടെ ഞാൻ ഉറുപ്പിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. 100 കിലോ വാങ്ങി 80 കിലോ വിറ്റപ്പോൾ അയാൾക്ക് ഇത് 25% നമുക്ക് പല രീതിയിൽ പറയാം. വില ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ തെളിയിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്താ അറിയോ, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ 100 കിലോ മാങ്ങ വാങ്ങി ഇയാൾക്ക് 80 കിലോ വിറ്റപ്പോൾ മുടക്കിയ കാശ് കിട്ടി. ബാക്കി എത്ര കിലോ ഉണ്ട്? 20 കിലോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും പറഞ്ഞോടെ അയാൾക്ക് 20 കിലോ മാങ്ങ ലാഭമാണെന്ന്. എപ്പോഴാണ് അയാൾക്ക് 20 കിലോ മാങ്ങ ലാഭമെന്ന് ഉറപ്പായത്? 80 കിലോ വിറ്റപ്പോഴാണ്. 80 കിലോ വിറ്റപ്പോൾ തന്നെ അയാൾക്ക് ലാഭമെന്ന് ഉറപ്പായി. അപ്പോൾ അവിടെ ഇയാളുടെ ലാഭം എന്താ? ഭിന്നസംഖ്യയായിട്ട് പറഞ്ഞാൽ 80-ന് 20 ലാഭ. 80-ന് 20 ലാഭ. 80-ന് 20 ലാഭം പറഞ്ഞാൽ 8-ന് 2 ലാഭ. 8-ന് 2 പറഞ്ഞാൽ 4-ന് 1 ലാഭ. 4-ന് 1 പറഞ്ഞാൽ 25% ഇനി ഇത് വില ഇട്ടിട്ട് നമുക്ക് തെളിയിക്കാം. ഇപ്പോൾ ഇയാൾ 100 മാങ്ങ നമുക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിന് ഞാൻ പറയാം, 100 കിലോ മാങ്ങ അയാൾ 10 റുപ്യക്കാണ് വാങ്ങി. 1 കിലോ 10 റുപ്യ. അപ്പോൾ അയാൾ എത്രയും മുടക്കുക? 1000 റുപ്യ. ഇയാൾക്ക് എപ്പോൾ കിട്ടി 1000 റുപ്യ? 80 കിലോ വിറ്റപ്പോൾ കിട്ടി. ആ 80 കിലോ ഇയാൾ 1000 റുപ്യക്കാണ് വിറ്റേച്ചാൽ ഇയാൾ ആ മാങ്ങ 1 കിലോ മാങ്ങ എത്രയ്ക്കാണ് വിറ്റ്? വാങ്ങിയത് 10 റുപ്യക്കാണ്, 12.5 റുപ്യക്കാണ് 1 കിലോ വിറ്റതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇയാൾക്ക് എത്ര ലാഭമുണ്ട്? 10 റുപ്യക്ക് വാങ്ങിയത് 12.5 റുപ്യക്ക് വിറ്റു. 10 റുപ്യമ്പിൽ 2.5 റുപ്യ ലാഭമുണ്ട്. അപ്പോൾ 100 റുപ്യമ്പിൽ 25 റുപ്യ ലാഭമല്ലേ? 25% വരിക. അപ്പോൾ ഇങ്ങനെ ഇത്തരം രീതിയിലൊക്കെ കണക്കുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അതേപോലെ ഈ ആളുകളുടെ ജോലി സംബന്ധിച്ചിട്ടുള്ള ചില ചോദ്യമുണ്ട്. അതൊക്കെ നമ്മൾ വെറുതെ കുറേ ഫോമിലേക്ക് വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ കുഴപ്പമാവുക. അപ്പോൾ ഒരു ഉദാഹരണം, 12 ആള് ഒരു പണി 10 ദിവസം കൊണ്ട് തീർത്തു. പണിക്ക് 12 ആളായിരുന്നു. ആ വർക്ക് 10 ദിവസം കൊണ്ട് തീർന്നു. എന്നാൽ 15 ആളുണ്ടെങ്കിൽ ആ പണി എത്ര ദിവസം കൊണ്ട് തീരുന്ന? ഈ കണക്കിന് ഒരു USS എഴുതണ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സരസം പറഞ്ഞു, 12 ആള് 10 ദിവസം കൊണ്ട് തീർത്തു എന്ന്. ശരിയാ സർ, ഈ 15 ആള് ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് തീർക്കുക പറഞ്ഞാൽ ഈ വരണവരുടെ സ്വഭാവത്തിനനുസരിച്ചുണ്ടാവുന്നേ പറഞ്ഞു. ഈ കണക്കിലൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ആസ്വദിക്കണം കേട്ടോ. പക്ഷെ നമ്മൾ കണക്കിൽ വളരെ കറക്റ്റാണ്, എല്ലാവരും ഒരേപോലെ പണിയെടുക്കണം എന്നുള്ള പോലെയാണ് ഇത് നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ 12 ആള് 10 ദിവസം പോട്ടെ, 12 ആള് 10 ദിവസം, അപ്പോൾ ആകെ എത്ര പണി വന്നു? നിങ്ങൾ ചിലവർക്കെങ്കിലും ആ വാക്ക് അറിയുണ്ടാവും. ഒരു മേശ ഉണ്ടാക്കാൻ എത്ര? അതൊരു 6 തച്ച് പണി വേണ്ടി വരും. 6 തച്ച് പണി, പണ്ടത്തെ വാക്കാ അത്. എന്താ, ഒരാളുടെ പണിക്ക് പറയണ വാക്കാ ഒരു തച്ച്. അപ്പം ശരിക്കും 12 ആള് 10 ദിവസം എടുത്തു പറഞ്ഞാൽ അവിടെ ടോട്ടൽ 120 പണി വന്നിട്ടുണ്ടാവും. 120 പണി വന്നിട്ടുണ്ടാവും. ഈ 120 പണി 15 ആളുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരുന്നതാണേ? 120 ആളുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് തീരും. 120/15 8 ദിവസം കൊണ്ട് തീരും. അപ്പം ഇങ്ങനെയൊക്കെ ഇതിനെ കണക്ക് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് വേഗം എളുപ്പത്തിൽ കിട്ടും. 12 ആള് 10 ദിവസം കൊണ്ട് തീർത്തു, ആകെ 120 പണി. 15 ആളുണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് തീരണു. ഈ രീതിയിലുള്ള കണക്കുകൾ. പിന്നെ ഇതിൽ ഈ CC പരീക്ഷയ്ക്കൊക്കെ ഉള്ള പോലെ ഈ
ചില PSC പരീക്ഷയ്ക്ക് ഉണ്ടല്ലോ മാർക്ക് നെഗറ്റീവ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടോ നോക്കണം. അങ്ങനത്തെ പരീക്ഷ ആകുമ്പോൾ ശ്രദ്ധിക്കണം. നെഗറ്റീവ് മാർക്ക് ഉള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് 20 ചോദ്യം ഉണ്ടായിരുന്നു. 20 ചോദ്യം, ക്വസ്റ്റ്യൻ 20. ഇത് ശരിയായ ഉത്തരം എഴുതിയാൽ, ശരിയാണെങ്കിൽ 6 സ്കോർ കിട്ടും. തെറ്റിപ്പോയാൽ 4 കുറയ്ക്കും. തെറ്റിപ്പോയാൽ 4 കുറയ്ക്കും. ഒരാൾ പരീക്ഷ എഴുതിയപ്പോൾ അയാൾക്ക് ആകെ സ്കോർ 40 കിട്ടിയത്. അയാൾ എത്രണ്ണ ശരിയാക്കിയതാ? ആകെ 20 ചോദ്യമുള്ളത്. എല്ലാം ശരിയാക്കിയാൽ ഇയാൾക്ക് 120 സ്കോർ കിട്ടും കേട്ടോ, എല്ലാം ശരിയാക്കിയ. പക്ഷെ ഇയാൾക്ക് 40 കിട്ടിയിട്ടുള്ളൂ. അപ്പം ഇയാൾ എത്ര എണ്ണം ശരിയാക്കി എത്ര എണ്ണം തെറ്റിച്ചു, അങ്ങനത്തെ കണക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ ആലോചിക്കണം ഏത് രീതിയിലാണ് അപ്പോൾ ചെയ്യേണ്ടത്. അതിൻ്റെ സുഖം. ഇത് നമുക്ക് ട്രയൽ ആൻഡ് എററിനെയാണ് കുറച്ച് രസം ഉണ്ടാവുക തോന്നുന്നു. ഇപ്പം ഇവിടെ 20 ചോദ്യം ഇയാൾ ശരിയാക്കിയിട്ടില്ലെന്ന് ഉറപ്പാ, ആ 40 കിട്ടിയാൽ പോരാ. നമ്മൾ വെറുതെ ഒരു രസത്തിന് ഇയാളൊരു 10 എണ്ണം ശരിയാക്കിയെന്ന് വെക്കുക, ഒരു 10 എണ്ണം തെറ്റിക്കുന്നു വയ്ക്കുക, എന്താ സംഭവിക്കുക? 10 എണ്ണം ശരിയാക്കിയ അയാൾക്ക് 60 മാർക്ക് കിട്ടും. 10 എണ്ണം തെറ്റിച്ച അയാളുടെ 4 വെച്ച് പോവും, 40 മാർക്ക് പോവും. 40 മാർക്ക് പോവുക ചെയ്യുക. അപ്പം ഫലത്തിൽ 20 അയാൾക്ക് കിട്ടൂ, പക്ഷെ അയാൾക്ക് 40 കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം ഇയാൾ 10-ലധികം ശരിയാക്കിയിട്ടുണ്ടെന്ന് ഓർപ്പിക്കാം. അപ്പം ലേശം കൂടി നമ്മൾ കൂട്ടി നോക്കുക. ഇപ്പം ഒരു 12 എണ്ണം ശരിയാക്കിയിട്ടുണ്ടോ നോക്കുക. ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ. അപ്പം ഇയാൾ 8 എണ്ണം തെറ്റിക്കും. 12 എണ്ണം ശരിയാക്കിയ ഇയാൾക്ക് 72 മാർക്ക് കിട്ടും. 8 എണ്ണം തെറ്റിച്ച അയാളെ 32 മാർക്ക് പോകും. അപ്പം അയാൾ ഫലത്തിൽ 40 മാർക്ക് കിട്ടും. ഇതാണ് ഉത്തരവായി. ഇയാൾ എത്ര എണ്ണം ശരിയാക്കി? 12 എണ്ണം ഇയാൾ ശരിയാക്കി. ഇയാൾക്ക് 40 മാർക്ക് കിട്ടി. മുഴുവൻ ശരിയാക്കിയാൽ 120 കിട്ടുമായിരുന്നു. ഇനി ഇതന്നെ നമുക്ക് വേറൊരു രീതിയിലൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടാവും കേട്ടോ. ഒന്നെന്താ വെച്ചാൽ ഇയാൾക്ക് 40 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, മാക്സിമം 120 കിട്ടുക. 120 കിട്ടുക. ഈ 120 മാർക്ക് ഇയാൾക്ക് കുറയാൻ കാരണം എന്താ? ഇയാൾ ചിലതൊക്കെ തെറ്റിച്ചു. തെറ്റിച്ച എന്താ സംഭവിക്കുക? ശരിയാക്കിയ 6 കിട്ടൂ, തെറ്റിച്ച നല്ല അടി കിട്ടുക. എന്താ? 6 കിട്ടൂല്ല, 4 പോവുകയും ചെയ്യും. കിട്ടേണ്ട 6 കിട്ടിയതുമില്ല, ഉള്ള 4 പോവുകയും ചെയ്തു. അപ്പൊ ഫലത്തില് ഇയാളെ 10 പോയി. 10 സ്കോർ അയാൾക്ക് പോണ് ഒന്ന് തെറ്റിച്ചാൽ. മഹാഭാവാണ്. ഇങ്ങനെയൊന്നും മൈനസ് മാർക്ക് ഇടരുത്. 10 സ്കോറാ. അപ്പൊ ഇയാൾക്ക് 120 ഇയാൾക്ക് 80 സ്കോർ പോയി. 80 സ്കോർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇയാളെ 8 എണ്ണം തെറ്റിച്ചു എന്നാ. ഒന്ന് തെറ്റിയാൽ 10 പോവുക. അപ്പൊ 80 പോയി പറഞ്ഞു കഴിഞ്ഞാൽ 8 എണ്ണം തെറ്റിച്ചു, 8 എണ്ണം തെറ്റിച്ചു, 12 എണ്ണം ശരിയാക്കി. അങ്ങനെയും കണക്കാക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ മനോഹരമായ സാധന. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു കണക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രീതിയിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം വേണ്ടത്. ഇനി എന്താ ഇത്തരം കാര്യങ്ങൾ ഉള്ള കണക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതിനെയൊക്കെ മറികടക്കാം. അതൊന്നും വലിയ സാരണ്ടത് കേൾക്കണ്ട. നമുക്കൊരു എനർജി കിട്ടുകയാണ്. നല്ല പരീക്ഷ എഴുതാനുള്ള ചാൻസ് എന്നുള്ള പോലെ കണക്കാക്കുക. നമുക്ക് ഈ ചില പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പരസ്യങ്ങളൊക്കെ വല്ലാതെ നമ്മൾ കുടുങ്ങിപ്പോലുണ്ട്. നമ്മൾ പഠിച്ചവരൊക്കെയാണ്, കണക്കൊക്കെ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് 2 സാരി വാങ്ങുമ്പോൾ 1 സാരി ഫ്രീ.
രണ്ടിനും ഒന്ന് ഫ്രീ. ഒരു ഇളവുണ്ടല്ലേ അവിടെ? എത്ര പെർസെൻറ്റേജ് ഇളവ് കിട്ടുന്നുണ്ടതാ തോന്നണം? ആ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഒരു 50% ഇളവാന്ന് തോന്നുന്നില്ലേ? രണ്ടിനും ഒന്ന് ഫ്രീ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്കൗണ്ട് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നുന്നത് 50%. 50% ഇല്ല. പക്ഷേ എന്താ ഇല്ല പറയണത്? എന്താ ഇല്ല പറയണ വെച്ചാൽ എന്താ നമ്മൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം നമ്മൾ ആ ആശയം നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് വന്നിട്ടില്ല. എന്താ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമുക്ക് ഒരു ഇളവ് തരിക. എന്താ ഈ ഇളവ് തരണ കടക്കാരൻ? ഇയാൾ നമ്മൾ ചെന്ന നമ്മളോട് പറഞ്ഞ വിലയല്ല, അതിനൊക്കെ കുറച്ച് തരുന്നു. അത് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് ഇത്ര പറയണമെന്ന്. അത് കുറച്ച് കൊടുക്കാം അതുമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കൊരു സന്തോഷമാവുകയും ചെയ്തു, മൂപ്പർക്കും അതെ സന്തോഷമായി. അതാണ് ഈ രണ്ടിനൊന്ന് ഫ്രീ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ സംഭവിക്കണത്. യഥാർത്ഥത്തിൽ എന്താണ് ഡിസ്കൗണ്ട്? നമ്മൾ എന്ത് വാങ്ങുന്നു അതിൽ നമുക്ക് എന്ത് കിഴിവ് കിട്ടി? നമ്മൾ വാങ്ങുന്നത് പറഞ്ഞാൽ എന്താ? അതിൽ വിൽക്കുന്നത്. രണ്ടിനൊന്ന് ഫ്രീ പറഞ്ഞിട്ട് സാരി എടുക്കാൻ പോയാൽ നമ്മളത്തെ എത്ര സാരി ഉണ്ടാവും? അതിനെടുത്തു വെച്ചാൽ 3 സാരി ഇല്ലേ? അപ്പോൾ ഇയാൾ 3 സാരി ഇയാൾ വിറ്റു. യഥാർത്ഥത്തിൽ അത് 3 സാരി വാങ്ങിയപ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ കിട്ടിയത്. അവിടെ 3-1 ഉള്ളൂ. 33.3% ഡിസ്കൗണ്ട്. ക്ലിയറായോ? ക്ലിയറായി ഉണ്ടാവും. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നോക്കുക. ആ കയ്യിൽ എന്താ ഉള്ളത്? ഇനി വില പറയുക. ഒരു സാരിക്ക് 100 രൂപ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം. അപ്പോൾ ഇയാൾ നമ്മൾ 3 സാരി വേണമെന്നല്ല പറഞ്ഞ്, പക്ഷെ ഫലത്തിൽ നമ്മൾ 3 സാരി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ സാരിയായിട്ട് നമ്മൾ എടുക്കുക വെച്ചാൽ അതിന് 300 രൂപ കൊടുക്കണ്ടേ? പക്ഷെ 2 സാരിക്ക് ഒരു സാരി ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയേ വാങ്ങിയിട്ടുള്ളൂ? 200 വാങ്ങിയിട്ടുള്ളൂ. അപ്പം 300 രൂപയെങ്കിൽ അയാൾ 100 രൂപ കുറച്ച് തന്നു. അത് 3-1 33.1%. അപ്പോൾ 10-1 ഫ്രീ. പേന എന്തെങ്കിലും വാങ്ങുമ്പോൾ 10-1 ഫ്രീ. അവിടെ 10-1 ഫ്രീ ഇല്ല, ശരിക്കും തരുന്നില്ല. 10-1 ഫ്രീ പറഞ്ഞാൽ നമ്മൾ 11 അയാൾക്ക് കച്ചവടമായി. നമ്മൾ 11 വാങ്ങി. 11-1 അവിടെ ഡിസ്കൗണ്ട് ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള. ഇതിൻ്റെ സീരിയസ് ആയ കണക്കുകൾ വരും. ഇതൊരു തട്ടിപ്പ് കണക്ക്. ഈ കണക്ക് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ കുഴപ്പമാക്കുക. ഇപ്പോൾ ശരാശരിയിലൊക്കെ ഇങ്ങനെ കുഴപ്പം നമുക്ക് പറ്റലുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ഒരാൾ ബൈക്കിൽ ഒരു മലപ്പുറത്ത് നിന്ന് അയാൾ പെരുന്തോണയ്ക്ക് പോവുകയാണ്. ആ മലപ്പുറത്തുനിന്ന് അല്ലെങ്കിൽ അത് വേണ്ട, മലപ്പുറത്തുനിന്ന് പെരുന്തോണ നിങ്ങൾക്ക് സ്ഥലം നല്ല പരിചയമാവും. സ്ഥലം പരിചയമില്ലാത്ത ഞാൻ പറയും, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് അയാൾ പോവുകയാണ്. അയാൾ അങ്ങോട്ട് പോയത് 50 km/h സ്പീഡിലാണ്. ഇങ്ങോട്ട് അയാൾ പോകുന്നത് 40 km/h സ്പീഡിലാണ്. അയാളുടെ ടോട്ടൽ യാത്രയിൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്താ? പെട്ടെന്ന് 45 പറയും. ഭയങ്കര കുഴപ്പം. അത് 50 അങ്ങോട്ട്, 40 ഇങ്ങോട്ട്, ശരാശരി 45. ഭയങ്കര കുഴപ്പമാണ്. അല്ല, ടോട്ടൽ ആവറേജ് സ്പീഡ് അറിയണമെന്ന് എന്ത് വേണം? ഇയാൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോയി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. 7 സ്ഥലത്തുനിന്ന് 7 സ്ഥലത്തേക്ക്, അവിടേക്ക് എത്ര ദൂരം ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് 50 km/h, ഒരു മണിക്കൂറിൽ അയാൾ 50 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് പറഞ്ഞു. എത്ര മണിക്കൂർ അയാൾ യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇയാൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തിലേക്ക് പോയത്, ആ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം ഒരു 200 കിലോമീറ്ററാന്ന് വെക്കുക. ഈ 200 കിലോമീറ്റർ എന്ന് എന്നെ ഞാൻ വെച്ചത്, പക്ഷേ 100 കിലോമീറ്റർ എന്ന് വെക്കാൻ ചിലപ്പോൾ ചോദിക്കാട്ടോ. പക്ഷെ ഞാൻ 200 കിലോമീറ്റർ എന്നാണ് വെക്കണത്. അത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തിലേക്ക് ആണ് ദൂരം. ഇപ്പം എ എന്നുള്ളൊരു സ്ഥലം, ബി എന്നുള്ളൊരു സ്ഥലം, ഇവിടേക്ക് ദൂരം 200 കിലോമീറ്ററാണ്. ഇയാൾ അങ്ങോട്ട് പോയത് 50 km/h സ്പീഡിലാണ്. അപ്പോൾ അയാൾ യാത്രയ്ക്ക് എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും? 4 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും.
ഇങ്ങോട്ട് അയാൾ പോന്തോ 40 km/h ആണ്. അപ്പം അയാൾ എത്ര മണിക്കൂർ എടുത്തുണ്ടാവും? 5 മണിക്കൂർ എടുത്തുണ്ടാവും. അങ്ങോട്ട് 4 മണിക്കൂർ, ഇങ്ങോട്ട് 5 മണിക്കൂർ. ഇയാൾ ആകെ എത്ര ദൂരം പോയി? 200 200 400. ആ 400-ന് അയാൾ എത്ര സമയമെടുത്തു? 9 മണിക്കൂർ. ഇതാണ് അയാളുടെ ശരാശരി സ്പീഡ്. ഇത് ഹരിച്ചു വരുമ്പോൾ എത്ര പേരുണ്ടാവും? 4 9 36, 40 4 9 36, 44 4/9 km/h ആണ് അയാളുടെ സ്പീഡ്. 45 ഇല്ല. ഇതൊക്കെ നമുക്ക് കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ശീലം അനുസരിച്ചിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ വെറുതെ ക്രിയേറ്റ് ചെയ്യുക. കുട്ടികളോടൊരു തമാശയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ക്ലാസ് പോയി ചോദിച്ചോളൂ. തമാശയിൽ ഇപ്പോൾ ഞാൻ 1 കിലോ തക്കാളി വാങ്ങി, 1 കിലോ വെണ്ടയ്ക്കയും വാങ്ങി, രണ്ടും കൂടി 60 റുപ്യയായി. എന്നാൽ 1 കിലോ തക്കാളിക്ക് എന്താ വില? 30 റുപ്യ പറയും കുട്ടികൾ. ആ ശീലത്തിൽ നിന്നാ അത് എങ്ങനെ 30 റുപ്യ ആവണമെന്നുണ്ടാ? ഇനി അതല്ല, 1 കിലോ തക്കാളിയുടെ വില എങ്ങനെ ഇത് മാത്രം പറഞ്ഞാൽ പറയാൻ പറ്റുക? 1 കിലോ തക്കാളിക്കും 1 കിലോ വെണ്ടയ്ക്കും കൂടി 60 റുപ്യ, ശരിയാ. പക്ഷെ രണ്ടിനും ഒപ്പാ വില പറഞ്ഞാൽ 30 റുപ്യ. ഇല്ലെങ്കിൽ ഇന്ന എത്ര വില മാറ്റേണ്ടതെന്ന് പറയണം. തക്കാളിക്ക് 10 റുപ്യ കൂടും വെണ്ടയ്ക്കേക്കാൾ എന്ന് പറയണം. അല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഇത് കാണുമ്പോഴേക്കും ഇങ്ങോട്ട് പകുതിയാക്കുക എന്നുള്ള, അതേപോലെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മളെ കണക്കിൽ നമ്മളെ കുഴപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ കുഴപ്പമാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. ഇപ്പോൾ എലക്ഷനൊക്കെ ഇപ്പോൾ കഴിഞ്ഞാണല്ലോ. ഒരു എലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വരികയാണ്. അപ്പോൾ രണ്ടാൾ തമ്മിൽ മത്സരിക്കുക, നേരിട്ട് മത്സരമാണ്. ആ വാർഡിൽ രണ്ടാളെ മത്സരിക്കുന്നുള്ളൂ. ജയിച്ച ആളൊക്കെ 54% വോട്ട് കിട്ടി. ജയിച്ച ആളൊക്കെ 54% വോട്ട് കിട്ടി. ഇയാൾ 96 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ച്. ഭൂരിപക്ഷം എന്താ? 96 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ച്. എന്നാൽ ആകെ എത്ര വോട്ട് പോൾ ചെയ്തു? ആ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുക? 54 നേർക്ക് മത്സരമാവുകൊണ്ട് ഓരോട്ടോ അസാധുവില്ല, അതും പറയണ്ടേല്. 54% ജയിച്ച ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46% തോറ്റ ആൾക്ക് കിട്ടിയതാ. ഈ വ്യത്യാസമാണ് 96 ആണ് ഭൂരിപക്ഷം. എന്താ വ്യത്യാസം? 8% വ്യത്യാസമാണ് 96. 8% വ്യത്യാസമാണ് 96. അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞോടെ, അപ്പോൾ 1% വ്യത്യാസം വന്നാൽ 12 മാറ്റം വരും. 8% 96. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ 12 മാറ്റം വരും. ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? 100%. അപ്പോൾ 1% 12 വെച്ചാൽ 100% 1200 വരും. അപ്പോൾ 1200 വോട്ട് പോൾ ചെയ്തു. കണക്കാക്കി നോക്കിക്കോളൂ. 1200-ന്റെ 54%, 1200-ന്റെ 46% വ്യത്യാസം, അവ തമ്മിലുള്ള വ്യത്യാസം 96. ഇങ്ങനത്തെ പ്രോബ്ലംസും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സാധനങ്ങളാണ്. ഇനി വേറൊരു പ്രോബ്ലം, ഇത് ശരാശരിയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം. 10 കുട്ടികളുടെ വയസ്സുകളുടെ തുക 150. 10 കുട്ടികളുടെ വയസ്സുകൾ കൂട്ടിയാൽ 150 കിട്ടും. 4 കൊല്ലം മുമ്പേ അവരുടെ വയസ്സുകളുടെ ശരാശരി എന്താണെന്നാണ്. 10 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആദ്യം 10 കുട്ടികളുടെ വയസ്സുകളുടെ തുക, 10 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് 150. ശരാശരി അല്ലേ? ശരാശരിയല്ല. 10 കുട്ടികളുടെ വയസ്സുകളുടെ തുക 150 വെച്ചാൽ ശരാശരി 15 വരിക. അങ്ങനെ ആകുമ്പോൾ 4 കൊല്ലം മുമ്പ് അവരുടെ വയസ്സുകളുടെ ശരാശരി എന്താണ്? നമ്മൾ വല്ല കണക്കാക്കാൻ പോണ്ട. 4 കൊല്ലം മുമ്പേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓരോ വയസ്സ് കുറയില്ലേ? എല്ലാവർക്കും ഓരോ വയസ്സ് കുറയുമല്ലോ. എല്ലാവർക്കും ഓരോ വയസ്സ് കുറയും പറഞ്ഞാൽ ശരാശരിയിൽ
ആ 4 വ്യത്യാസം വന്നിട്ടുണ്ടാവും. 11 എന്നുള്ളത് വേഗം എഴുതാവുന്നത്. അതും കുറേ കണക്കൂട്ടിയിട്ടൊക്കെ എഴുതണ രീതി ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇത് ഒരു സാധനമാണ് ഈ റേഷ്യോ പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇപ്പം റേഷ്യോ എന്ന് പറയുമ്പോൾ ഒന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി, വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല. എന്താ ഈ 3:4? എന്താ അർത്ഥം? ഇതായിട്ട് ബന്ധപ്പെട്ട വല്ല ഭിന്നസംഖ്യ ഉണ്ടോ? ഭിന്നസംഖ്യ ഉണ്ടോ എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചിട്ടുള്ളത് 3/4 അതായിട്ട് ബന്ധപ്പെട്ട ഭിന്നസംഖ്യ എന്നാ. അല്ല, ഒരു റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് 2 ഭിന്നസംഖ്യകളുണ്ടാവും. ഈ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് 2 ഭിന്നസംഖ്യയുണ്ട്. ഒന്ന് 7/3, പിന്നൊന്ന് 7/4. ഈ ഒരു തോന്നലിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് റേഷ്യോ ശരിയാവുള്ളൂ. 3:4 എന്ന് പറഞ്ഞാൽ അതാണ് ടോട്ടൽ. അവിടെ ഒരു 7/3, 7/4 എന്ന രീതിയിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും കാര്യങ്ങളിലേക്കൊക്കെ റേഷ്യോ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒരു അപകടത്തിലേക്ക് പോവാതെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം ചില ജോമെട്രികളും ഇതിൽ നമ്മൾ നോക്കേണ്ടത് വരും കേട്ടോ. ജോമെട്രി ഇപ്പോൾ ഒന്നും വരില്ല എന്നുള്ളത് നമ്മൾ വിചാരിച്ചുകൂടാ. ചില ജോമെട്രി എന്നുള്ള ചില ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യത ഉള്ളതുണ്ട്. ഇവിടെ ഇതൊരു ഭിന്നസംഖ്യയാണ്. ഇതെന്താ? ഇത് ചിലരെങ്കിലും ഇത് 1+1/2 ഇത് കേട്ടോ. 1x1/2 അല്ല. 1.5 എന്ന് പറഞ്ഞാൽ 1+1/2. 1x1/2 എത്ര? ആൻസർ 1/2. 1+1/2 1.5. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടാവില്ല ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കണതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതിയൊക്കെ എന്തെങ്കിലും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളും അതിൻ്റെ തുക ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നുണ്ടാവുക. ശ്രദ്ധിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഇതേപോലെ തന്നെ ഭിന്നസംഖ്യയിൽ ഈ പകുതി, ഇരട്ടി, ഇതിലൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ പ്രയാസം വരലുണ്ട്. അപ്പോൾ 1/3 പകുതി എത്ര? 1/3 പകുതി തന്നെ 1/6. എന്നാൽ അതേപോലെ തന്നെ ഇതിൻ്റെ ഇരട്ടി 1/3 ഇരട്ടി എത്ര? 2/3. ഇരട്ടി എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഗുണിക്കുക ചെയ്യുക. പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക ചെയ്യുക, അല്ലെങ്കിൽ 1/2 കൊണ്ട് ഗുണിക്കുക ചെയ്യുക, അങ്ങനെയും പറയാം. അപ്പോൾ 1/3 പകുതി 1/6 ആക്കുമ്പോൾ വേറെ ഒന്നും ഇവിടെ പറയാണ്ടല്ലോ. നമ്മുടെ ഡിനോമിനേറ്റർ, ഛേദം, ഒരു ഭിന്നസംഖ്യയുടെ ഛേദം ഇരട്ടിച്ചാൽ ഭിന്നസംഖ്യ പകുതിയാവും. എന്നാൽ ഒരു ഭിന്നസംഖ്യയുടെ അംശം ഇരട്ടിച്ചാൽ ഭിന്നസംഖ്യ ഇരട്ടിക്കും. ഇപ്പം ഇവിടെ എന്നാ പറയുക, 4/5 പകുതി എത്ര? 4/5 പകുതി അത് 2/5. ഇവിടെ നമ്മൾ പകുതിയായപ്പോൾ ചെയ്ത് ഇരട്ടിക്കുക ചെയ്ത്. ഇവിടെ നമ്മൾ പകുതിയാക്കിയപ്പോൾ അംശം പകുതിയാക്കുക ചെയ്ത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അംശം പകുതിയാക്കുക, ഇല്ലെങ്കിൽ ചെയ്ത് ഇരട്ടിക്കുക. അപ്പോൾ ഏതാ വേണ്ടത് ആ തഞ്ചത്തിന് ചെയ്യണം. ഇപ്പം ഇവിടെ അംശം പകുതിയാക്കാൻ തന്നാൽ കുഴപ്പത്തിലാവും. ഒന്നിനെ പകുതിയാക്കാൻ തന്നാൽ അത് ഭിന്നസംഖ്യയാവും.
അപ്പോൾ നമ്മൾ ചെയ്തിരട്ടിക്കുക. എന്നാൽ ഇവിടെ ഛേദം ഇരട്ടിക്കണമെന്നില്ല, അംശം പകുതിയാക്കിയാലും മതി. ഛേദം തന്നെ വരിക 4/10 എന്നൊക്കെ വരും. 4/10 പറഞ്ഞു കഴിഞ്ഞാൽ 2/5 തന്നെയാണ്. അപ്പം അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പം 3/8 പകുതി എത്രയും 3/8 പകുതി 3/16. അവിടെ ചെയ്തിരട്ടിക്കുക നല്ലത്, അംശം പകുതിയാക്കുമ്പോൾ പ്രശ്നമാവും. ഈ രീതിയിൽ നമ്മൾ എന്താ കാര്യങ്ങൾ ആലോചിക്കാനും ചെയ്യാനും നോക്കണം. അതുപോലെ തന്നെ എന്താ ഈ റേഷ്യോൻ്റെ മാറ്റങ്ങൾ റേഷ്യോ എന്താണെന്ന് നേരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ റേഷ്യോൻ്റെ കണക്കുകൾ ചെയ്യാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ റേഷ്യോ 7:9. 2 ക്ലാസ്സിൽ എ ഡിവിഷനുണ്ട്, ബി ഡിവിഷനുണ്ട്. കുട്ടികളുടെ റേഷ്യോ 7:9 ആയിരുന്നു. ഈ എ ഡിവിഷനിൽ നിന്ന് കുറച്ച് കുട്ടികളെ അങ്ങോട്ട് മാറ്റി ബി ഡിവിഷനിലേക്ക്. എ ഡിവിഷനിൽ നിന്ന് ബി ഡിവിഷൻ കണക്കിലിപ്പോൾ അങ്ങനെയാണ് അവർ പറയണത്. 6 ആളെ മാറ്റി എന്ന് ബിയിലേക്ക്. സാധാരണ എങ്ങടാ മാറ്റണ്ടല്ലേ? എന്താ കണക്കിൽ അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഏന്ന് അങ്ങോട്ട് 6 ആളെ മാറ്റി. അപ്പോൾ റേഷ്യോ മാറി 1:3 ആയി. റേഷ്യോ 1:3 ആയി എന്നാണ്. അപ്പോൾ ആ 2 ക്ലാസ്സിലും കൂടി എത്ര കുട്ടികളുണ്ടാകുക? ഇപ്പം നിലവിലുള്ള കാര്യം അത് കേട്ടോ, 7:9. റേഷ്യോ 1:3 ആവണം. അപ്പം എപ്പോഴാണ് റേഷ്യോ 1:3 ആവുക എന്ന് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് അതിന് ഓപ്പറേഷൻ ചെയ്യാതെ 7:9 എന്ന് പറഞ്ഞാൽ എന്താ? 7:9 പറഞ്ഞാൽ എന്താ? 7 കുട്ടിയാണെങ്കിൽ 9 കുട്ടി. അപ്പം 14 കുട്ടിയാണെങ്കിൽ എത്ര ഉണ്ടാവുക? 18 കുട്ടി. ഒന്ന് ഡബിൾ ചെയ്തു. 14:18 പറഞ്ഞാൽ 7:9 എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇനി ഇതിനെ 3 മടങ്ങാക്കിച്ചാലോ? 7 3 21, 9 3 27. ഇപ്പോഴും 7:9 തന്നെയാണ്. ഇതിലെ ഏത് സമയത്താണ് ഈ 6 കുട്ടിയെ മാറ്റിയാൽ, ഒന്നുമില്ലെങ്കിൽ ആ ക്ലാസ്സിൽ എ ഡിവിഷനിൽ 7 കുട്ടിയോ 9 കുട്ടി, ഇല്ലെങ്കിൽ 7:9 എന്നേ പറഞ്ഞിട്ടുള്ളൂ, 7:9 എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ 14 18 കുട്ടി, ഇല്ലെങ്കിൽ 21 27 കുട്ടി. ഇനി സാധ്യതയുണ്ട് കേട്ടോ. ഇതിനെ 4 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്ത് 7 4 28 9 4 36. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6 കുട്ടിയെ മാറ്റിയാൽ, ഏന്ന് 6 കുട്ടിയെ മാറ്റി ബിയിലേക്ക് വെച്ചാൽ 1:3 ആവുന്ന. അപ്പം ഏത് സന്ദർഭത്തിൽ 6 കുട്ടിയെ മാറ്റിയാലാ അങ്ങനെ നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഏതെന്ന് 6 കുട്ടിയെ മാറ്റിയാലാ? ഇവിടെ 6 മാറ്റിയാൽ, ഇപ്പം ഇതൊന്നൊരു 6 കുട്ടിയെ മാറ്റി വയ്ക്കുക. ഇപ്പോൾ എ ഡിവിഷനിൽ 14 കുട്ടിയും ബി ഡിവിഷനിൽ 18 കുട്ടിയാണെന്ന് കരുതുക. ഇതൊന്നൊരു 6 കുട്ടിയെ അങ്ങോട്ട് മാറ്റി. അപ്പം ഇവിടെ എത്ര കുട്ടിയാവും? 8 കുട്ടിയാവും. ഇവിടെ 6 കൂടി, ആ 18 6 എത്ര കുട്ടിയാവും? 24 കുട്ടിയാവും. 8 24. എന്താ 1:3 പറഞ്ഞ അർത്ഥം? പിന്നെ 3 മടങ്ങ് കുട്ടിയുണ്ടെന്നാണ്. ഇതാ 8 24 ശരിയായി. ഇപ്പൊ തന്നെയാണ് 14 18 തന്നെയാണ് ആൻസർ. ഇനി ഇത് ശരിയായില്ലെങ്കിൽ ഇതാണോ നോക്കുക. എ ഡിവിഷനിൽ 14 കുട്ടിയും ബി ഡിവിഷനിൽ 18 കുട്ടിയായിരുന്നു. 6 കുട്ടിയാണ് മാറ്റി. അപ്പൊ ഇവിടെ 8 ആയി. 6 കുട്ടി അവിടെ കിട്ടി, 24 ആയി. 1:3. ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ട്രയലായിട്ട് നമ്മൾ കണക്കുകൾ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ നമുക്ക് കഴിയും. ഇനി ഇവിടെ തന്നെ ചെറിയ ധാരണ നിങ്ങൾ കൃത്യംഗ സംഖ്യകളെ കുറിച്ചിട്ട് കൂടി ഉണ്ടാക്കിക്കോളൂ. ചില ക്വസ്റ്റ്യനൊക്കെ വരാം. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൃതികൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ 3:1, 3:2, 3:3, 3:4
ഇതാണല്ലോ കൃത്യങ്ങൾ. ഇതില് നമ്മുടെ ഇതൊക്കെ ഓരോ നമ്പറുകളാണ് കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ടൊന്നും ക്രിയകളൊന്നും ചെയ്യരുത്. ഇപ്പൊ സാധാരണ സംഖ്യകൾ ക്രിയ ചെയ്യണമല്ല. 15 7ഉം 8ഉം കൂട്ടാൻ പറഞ്ഞ് 15 എന്ന് എഴുതണ പോലെ നിങ്ങൾ ഈ ജാതി സംഖ്യകൾ കണ്ടു കഴിഞ്ഞാൽ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഏതോ ഒരു നമ്പറാണ്, അതിനെ നമ്മളൊന്ന് ചുരുക്കി എഴുതിയതാ ഷോർട്ട് ഹാൻഡ്. ഇതൊരു നമ്പറാണ്. ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ ഇതിങ്ങോട്ട് കണ്ടിട്ട് ഇപ്പോ 3^2ഉം 3^4ഉം കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക വയ്ക്കും. അല്ല ആദ്യം തന്നെ അവർ ഉത്തരം എഴുതിയിട്ടുണ്ടാവുക ഏതറിയോ? ABCD ക്വസ്റ്റൻ ആണെങ്കിൽ 3^6 എന്ന് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് വലിയ സന്തോഷമായി. ആയി തന്നെ കിടക്കണു ശരിയായ ഉത്തരം. എപ്പോഴും നോക്കിക്കോളൂ, ഇങ്ങനെ നമുക്ക് തോന്നണേൻ്റെ ആദ്യത്തെ ഉത്തരം അവർ എഴുതിയിട്ടോ അത് ഏത് നമ്മൾ എഴുതും പൊട്ടി. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും നമുക്ക് ഇങ്ങനത്തെ സംഖ്യകളൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കൂട്ടാറിയാം. ഇതെന്താ? ഇത് 9 ഇതെന്താ? ഇത് 81 ഇനി കൂട്ടാം, ഇനി ധൈര്യമായിട്ട് കൂട്ടാം. 9 81 കൂട്ടാം, നമുക്ക് ഒരു പ്രശ്നമില്ല. 90. പക്ഷെ ഇതിങ്ങനെ ഇട്ട് കൂട്ടിയാലോ? ഇനി വേറെ തമാശ ഉണ്ട്. ഇപ്പൊ ഇതൊരു സംഖ്യയാണ് 2^10. ഇതിന്റെ പകുതി എത്ര? ഇതിന്റെ പകുതി എത്ര? വേഗം ചാമ്പും 2^5 അല്ലേ? ഭയങ്കര കുഴപ്പമാണ്, ചെയ്യരുത്. 2^10ന്റെ പകുതി എത്ര ചോദിച്ചാൽ അതിലേറെ തമാശയാണ്. 2^9 ആണ് കേട്ടോ. കുറച്ച് ആലോചിച്ചോളൂ എന്താന്ന്. 2^10ന്റെ പകുതി 2^9. അപ്പോഴേക്കും കയറി 3^10ന്റെ പകുതി എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 3^9 എന്ന് പറയരുതേ. 3^10ന്റെ പകുതി അല്ല 3^9. 3^10ന്റെ 3/1 ഉള്ളൂ 3^9. എങ്ങനെ ഈ 3^9 3^10 ആവുന്നത്? എങ്ങനെയാവുന്നത്? 3^9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 3^10 ആവുന്നത്. അപ്പൊ 3^9ന്റെ 3 മടങ്ങാണ് 3^10. എന്നാൽ 2^9ന്റെ 2 മടങ്ങാണ് 2^10. എന്നാൽ 5^9ന്റെ 5 മടങ്ങാണ് 5^10. ഒക്കെ തമ്മിൽ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്താൻ നമുക്ക് പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത്തരം നമ്പറുകൾ കാണുമ്പോൾ അതൊന്നും കൂട്ടിക്കളയരുത്. കൂട്ടിക്കളയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സ്ക്വയർ റൂട്ട് ഇതെങ്ങനെ നമ്പർ വരും? ഇങ്ങനെ ഒരു നമ്പർ വരും. ഇത് കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ യാതൊരു ഇതുമില്ല, അതിൻ്റെ ആദ്യത്തെ ഉത്തരം അവർ സ്ക്വയർ റൂട്ട് ഓഫ് 13 എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മളിത് എഴുതും. അതല്ല എൻ്റെ ആൻസർ. സ്ക്വയർ റൂട്ട് ഓഫ് 4ഉം സ്ക്വയർ റൂട്ട് ഓഫ് 9ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 ആൻസർ കിട്ടുക. കാരണം ഇത് 2ആണ്, ഇത് 3ആണ്. 2, 3, 5. അവിടെ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചേഞ്ച് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടാണ് അതിലേക്ക് ആ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പോവും. ഇനി എന്താ മറ്റ് വലിയ വലിയ സംഖ്യകളൊക്കെ ഹരിച്ചാൽ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ, നമ്മളെ കുഴപ്പമാക്കാൻ വേണ്ടിയിട്ട്. അതിനൊന്നും പേടിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ നമ്പറുകൾ തരും. വലിയ നമ്പറുകൾ തന്നിട്ട് നമ്മളോട് എന്താ ഇപ്പോൾ 43,312, 43,326, ഇങ്ങനെ 45,075 ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചില കണക്കുകൾ വരും. ഞാൻ ആ നമ്പറൊക്കെ വെറുതെ ഇങ്ങനെ മനസ്സിൽ നിന്ന് എഴുതിയതാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ ചോദ്യം എന്താ പറയുമോ? ഇപ്പോൾ ഈ അതിൻ്റെ ഒരു 4 നമ്പറും കൂടി 54,732 ഇങ്ങനെയൊക്കെ തരും. ഇതിൽ ഏതാണ് 45ൻ്റെ ഗുണിതം എന്നൊക്കെ ചോദ്യം.
പെട്ടുവോ? ഇതിനൊക്കെ 45 അയച്ചു നോക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിലൊക്കെ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാവും. ഇത് 5 ഇങ്ങനെയൊക്കെ ആവൂട്ടാ. അപ്പം ഇങ്ങനെ 4 നമ്പർ നിന്നിട്ട് 45ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റ കൊണ്ടു 45ൻ്റെ മൾട്ടിപ്പിൾ ആച്ചാൽ ആ നമ്പർ 5ൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ ആകെ നോക്കേണ്ടത് ഈ അറ്റത്തെ 5 വരണേനെ മാത്രമാണ്. അതിനെ മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഈ രണ്ടെണ്ണത്തിനെ മൈൻഡിയേ വേണ്ട. കാരണം 45ൻ്റെ മൾട്ടിപ്പിൾ ആച്ചാൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടാവും. പിന്നെ ആവുക 9ൻ്റെ മൾട്ടിപ്പിളാണ്. 9ൻ്റെ മൾട്ടിപ്പിളിന് നമുക്കൊരു സൂത്രം അറിഞ്ഞാൽ മതി. എന്താ 9ൻ്റെ മൾട്ടിപ്പിളിൻ്റെ സൂത്രം? ഞാൻ ഇത് വെറുതെ എഴുതിയതാട്ടോ. ഇങ്ങനെ ആക്കട്ടെ. 9ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ എന്താ വേണ്ടത്? 9 കളയുക. 9 കളഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ 9 കളഞ്ഞു വെച്ചാൽ 4 5 9, 3 3 9. ആ ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഇന്നത്തെ 9ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല. 4 5 9, 7 5 12. 1 2 3. അപ്പം 3 ശിഷ്ടം വരുന്നതാ. അപ്പം ഇത് മാത്രമാണ് ശരി. എല്ലാം നോക്കേണ്ടതില്ല. നമ്മൾ 45ൻ്റെ മൾട്ടിപ്പിളാന്ന് അറിയാൻ 5ൻ്റെ ആവണമെന്ന് ഉറപ്പ്. ഇത് രണ്ടും 5ൻ്റെ ആവില്ല. അറ്റത്ത് 5 ആവണമല്ലോ. ഇത് രണ്ടും അറ്റത്ത് 5. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പം ഇതോ എന്ന് ഉറപ്പായി. പിന്നെ 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കി. ഇത് മാത്രമാണ് 9ൻ്റെ മൾട്ടിപ്പിൾ എന്നാണ് തോന്നുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ കുറച്ച് സ്പീഡിൽ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. അതേപോലെ മറ്റ് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് എല്ലാം ക്ലാരിറ്റി വരുത്തണം. ക്ലാരിറ്റി വരുത്തി കോൺസെപ്ച്വലൈസേഷൻ, അതാണ് പ്രധാന ആശയങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞ് കുറേ കണക്കുകൾ ചെയ്യല്ല, ഓരോ കണക്കും ചെയ്യാനുള്ള ശേഷി വാങ്ങാൻ കഴിയട്ടെ. കേട്ടിട്ടൊക്കെ നന്നാവും. ആശംസകൾ.